കാരണം ഇന്ന് ഞായറാഴ്ചയല്ലേ. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, കാരണം നമ്മൾ ചോദിച്ച ഒരു പ്രാദേശിക അവധിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അങ്ങനെ ഇല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലും വരാം പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോഴും ഞാനുണ്ട്. കാരണം ഞാൻ ജനപ്രതിയാണ്, എനിക്ക് തന്ന മറുപടി അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. വള്ളംകളി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയൊരു മാറ്റം ആണ് ഈ പ്രാവശ്യത്തെ മൂലം വള്ളംകളിക്ക്. കുട്ടനാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് ആ വള്ളംകളി, നിങ്ങൾക്കറിയാം, ഇവിടെ ട്രാക്കും നമ്മുടെ പവലിയനും എല്ലാം തയ്യാറായി കഴിഞ്ഞു. അവിടുത്തെ അവലോകന യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നിങ്ങൾ വിളിച്ചു കാണണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തൊട്ടടുത്തുള്ള ഇവിടോട്ട് വന്നത്. ഈ പ്രാവശ്യത്തെ മൂലം വള്ളംകളി എന്തുകൊണ്ടാണേലും നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചരിത്ര പ്രസിദ്ധമായിരുന്നു, 400 വർഷമായിട്ട് നടക്കുന്നു. ഇപ്പോൾ എന്തായാലും ഒന്നുകൂടി പ്രസിദ്ധമായി. കാരണം കാലങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് മൂലം വള്ളംകളി നടക്കുന്നു എന്നുള്ളതല്ലാതെ ഈ പ്രാവശ്യം അതല്ല. നമ്മൾ അതിനെ വലിയ ഒരു വിജയമാക്കി മാറ്റുവാൻ, കാരണം അതെൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചപ്പോൾ കുട്ടനാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലെ ബ്ലഡിൻ്റെ, നിങ്ങൾക്കറിയാം, അതിൻ്റെ ഒരു തിളപ്പാണ് ഈ ഒരു വള്ളംകളി എന്ന് പറയുന്നത്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിൻ്റെ കൂടെ MLA എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ കൂടെ ചേർന്ന് നിന്ന് ഈ വള്ളംകളികൾക്ക് ഇത് തുടക്കമാണ്. ചമ്പക്കുളം വള്ളംകളി, മൂലം വള്ളംകളി എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. ഇതിനെ ഈ ആലപ്പുഴ ജില്ലയുടെ, കുട്ടനാടിൻ്റെ ഈ വള്ളംകളിയുടെ തുടക്കത്തിന് അതിഗംഭീരമാക്കി മാറ്റുക എന്നൊരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അതിന് നാളെ ഈ വള്ളംകളി നടക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും. കാരണം ഇന്ന് ഞായറാഴ്ചയല്ലേ. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, കാരണം നമ്മൾ ചോദിച്ച ഒരു പ്രാദേശിക അവധിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അങ്ങനെ ഇല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലും വരാം പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോഴും ഞാനുണ്ട്. കാരണം ഞാൻ ജനപ്രതിയാണ്, എനിക്ക് തന്ന മറുപടി അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത് വള്ളംകളിക്ക് അപ്പുറം ഒരു ആചാരം കൂടി, ഹൈന്ദവ ഒരു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോടൊപ്പം അത്തരത്തിൽ ക്ഷേത്രങ്ങൾക്കൊക്കെ, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും മറ്റും അവധി കൊടുക്കുന്ന മാനദണ്ഡത്തിൽ ഇതിന് നൽകാവുന്നതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല. മൂലം വള്ളംകളിക്ക് അങ്ങനെ ഒരു പ്രാധാന്യമില്ല. അതല്ലെങ്കിൽ ഇത് നടത്തുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മൂലം വള്ളംകളി നടത്തുന്നത് ജനങ്ങളല്ല, സർക്കാരിൻ്റെ പ്രാതിനിധ്യമാണ് കൂടുതലുള്ളത്. ഈ മൂലം വള്ളംകളി തഹസീൽദാറാണ് അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ കൂടെ രക്ഷാധികാരി എന്ന് പറഞ്ഞ് ഞാനുണ്ട്. ബാക്കി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ബാക്കി കുട്ടനാട്ടിലെ എല്ലാ ജനപ്രതിനിധികളും ഇതിനകത്ത് അംഗങ്ങളാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ വലിയ ഒരു പ്രസിദ്ധമായ വള്ളംകളിയാണത്. അത് അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം അവരെല്ലാവരും എന്ന് പറഞ്ഞെന്താ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം, കാരണം ഈ ഒരു ഗവൺമെൻറ് അല്ലായിരുന്നല്ലോ, ആ ഒരു ഗവൺമെൻറ് ആയിരുന്ന കാലത്തും ഇവിടെ ഉണ്ടായിരുന്നത് MLA ഇടതുപക്ഷത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു മാറ്റം, ഈ നാട്ടിലൊരു മാറ്റമുണ്ടാക്കി, ജനങ്ങളൊരു മാറ്റമുണ്ടാക്കി, പുതിയ ഒരു തലത്തിലോട്ട് അവർ മാറി. കാരണം ഒരു ജനപ്രതിയെ അവർ പുതിയതായിട്ട് തിരഞ്ഞെടുത്തു, കണ്ടുപിടിച്ചു. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഒരു മാറ്റത്തിനെ കൂടെ തന്നെ മൂലം വള്ളംകളി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രാദേശിക അവധി കിട്ടിയാൽ നല്ലതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ എന്താണ് മൂലങ്ങളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സബ്മിഷൻ ഉന്നയിച്ചത്.